നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജൂൺ 1 തീയതി നടക്കാൻ പോകുന്ന ചൊവ്വയുടെ രാശി മാറ്റം മൂലം ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ഭാഗ്യമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മിഥുനക്കൂറിൽ മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം, ഇത്രയും നക്ഷത്രഭാഗങ്ങളാണ് മിഥുനക്കൂറിൽ ഉൾപ്പെടുന്നത്. മിഥുന ഒരു കോൺ രാശിയാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ 11 വരുന്നത്, അതായത് ലാഭത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ചൊവ്വ വരുന്നത്. പിന്നെ അവർക്ക് എന്തുണ്ട് ഗുണം? ശനി 9 നിൽക്കുന്നത്, ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നു. 10 രാഹുവാണ് സഞ്ചരിക്കുന്നത്. 12 വ്യാഴം, 12 സൂര്യൻ, 12 ശുക്രൻ. ഇതാണ് നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഗ്രഹനില. 4 കേതുവുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ, ആ കൂറിൻ്റെ ഫലങ്ങൾ ചിന്തിക്കുമ്പോൾ കുറേയേറെ ഗുണഫലങ്ങളും കുറച്ച് ദോഷഫലങ്ങളും മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകും. കേസുകളിലും വ്യവഹാരങ്ങളിലുമൊക്കെ വിജയം ലഭിക്കുന്ന സമയമാണ്. ചൊവ്വ ഏതാണ്ട് 1.5 മാസത്തോളം, ശരിക്കും 42 ദിവസമാണ് ഈ ഒരു ട്രാൻസിറ്റ് നിലനിൽക്കുന്നത്. ചൊവ്വ മേടം രാശിയിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് കിട്ടുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ വ്യവഹാരങ്ങളിൽ വിജയം എന്നുള്ളതാണ് ആദ്യത്തെ അനുഭവം. അനുകൂലമായ വിധി ഉണ്ടാകും. മത്സരങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. സഹോദര സഹായം ലഭിക്കുന്നതാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ്. മിക്കവാറും വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നിറവേറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഭൗതിക നേട്ടങ്ങൾ, ഭൂമി, വീട്, വാഹനം തുടങ്ങിയവയൊക്കെ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും. ഭൂമി കാരകനും കൂടെയാണ് ചൊവ്വ. ശനിക്കും കാരകത്വമുണ്ട്. അപ്പം ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ശനിക്ക് കൃഷിഭൂമിയുടെ ആധിപത്യമുണ്ട്. ചൊവ്വയ്ക്ക് പൊതുവെ ഭൂമിയുടെ ആധിപത്യമുണ്ട്. ഭൂമിയുടെ പുത്രനാണ് ചൊവ്വ എന്നാണ് വിശ്വാസം, കുജൻ. അപ്പോൾ ഈ ഒരു ഗ്രഹനിലയെ നമ്മൾ നോക്കുമ്പോൾ വീട് വയ്ക്കാനുള്ള വസ്തു വാങ്ങാനോ അല്ലെങ്കിൽ കൃഷി ആവശ്യത്തിനുള്ള വസ്തു വാങ്ങാനോ ഉള്ള സാധ്യത ഉണ്ട്. ഭൂമി വാങ്ങാൻ സാധിക്കും. ബിസിനസ്സിൽ ആദായം വർദ്ധിക്കുന്നതാണ്. നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളിലും വിജയമുണ്ടാകുന്നത് കൊണ്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും. ബിസിനസ്സിൽ സാമാന്യമായ ലാഭം ഉണ്ടാക്കാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ വലിയ സംഘർഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയവുമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളും ഉണ്ടാകാം, ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ജലജന്യമായ അസുഖങ്ങൾ, വയറിന് അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. മണിപൂരകത്തിലാണ് ചൊവ്വയുടെ സ്ഥാനം. നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗത്താണ് ചൊവ്വയുടെ സ്ഥാനമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ചൊവ്വയുടെ അനുകൂല സ്ഥാനം ആണെങ്കിൽ പോലും മറ്റ് ഗ്രഹസ്ഥിതി വിളിച്ച് നോക്കുമ്പോൾ വയറിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. ജോലിസ്ഥലത്തും ബിസിനസ്സിലുമൊക്കെ ചെറിയ ശത്രുദോഷം ഉണ്ടെങ്കിലും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. പിന്നെ ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ സാധിക്കും. സൽക്കാരങ്ങളിലൊക്കെ ആതിഥ്യം വഹിക്കാനോ അല്ലെങ്കിൽ പങ്കെടുക്കാനോ ഒക്കെ സാധിക്കും. പല സമ്മാനങ്ങളുമൊക്കെ ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം, ധനകാരകൻ, ധനാധിപനൊക്കെയായ വ്യാഴം, ധനകാരകനായ വ്യാഴം 12 നിൽക്കുന്നത്, സൂര്യനോട് ചേർന്ന് ശുക്രൻ്റെ രാശിയിൽ. അപ്പോൾ ഈ ധനഭാഗ്യയോഗം ഉണ്ടെങ്കിലും ചിലവ് വളരെയേറെ വർദ്ധിക്കും. 12 വ്യാഴം നടക്കുമ്പോൾ പൈസ ഒരുപാട് ചിലവഴിച്ച് പോകും. അതും ശുക്രൻ എന്ന് പറയുന്ന ആഡംബരത്തിൻ്റെ ആളാണ്. അപ്പോൾ ആഡംബരത്തിന് വേണ്ടി ഒരുപാട് പണം ചിലവഴിച്ച് പോകാനുള്ള സാധ്യത മിഥുനക്കൂറുകാർക്ക് ഉണ്ട്. മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നല്ലപോലെ പണം ചിലവഴിക്കേണ്ടി വരും. ഈശ്വരാധീനം അല്പം കുറയും. വ്യാഴം 12 വ്യാഴമാണല്ലോ ഈശ്വരാധീനത്തിൻ്റെ കാരകൻ, അല്ലെ ഭാഗ്യകാരകൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ആ ആനുകൂല്യം അല്പം കുറയുന്നതാണ്. സൂര്യൻ അവിടെ ഉള്ളത് കൊണ്ട്
കുറച്ച് മെച്ചമാണ്. അതുപോലെ ശുക്രന് 12ാം സ്ഥാനം എന്ന് പറയുന്നത് വലിയൊരു ദോഷകരമല്ല അങ്ങനെയാണെങ്കിൽ പോലും വ്യാഴം 12 നിൽക്കുന്നത് വ്യാഴത്തിന് ഒട്ടും ഗുണകരമല്ല. വ്യാഴം മറഞ്ഞു എന്നാണ് നമ്മളത് സാധാരണ പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈഷ്ണവമായ പ്രാർത്ഥനകളും ഇതിനെക്കൂറുകാർ നന്നായിട്ട് നടത്തേണ്ടതാണ്. വിഷ്ണു ഭഗവാനെ അല്ലെ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും വിചാരിക്കരുത്. വീട് മാറി താമസിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കൂറിൻ്റെ പൊതുഫലം. ഇതിനെ കൂറിൻ്റെ പൊതുഫലമായിട്ട് കാണുന്നത്. മകയിരം നക്ഷത്രക്കാരുടെ അനുഭവം എടുക്കുമ്പോൾ മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗത്തിൽ ജനിച്ച ആളുകൾക്ക് ഇടവക്കൂറിൻ്റെ ഫലമാണ് അനുഭവപ്പെടുന്നത്. രണ്ടാമത്തെ പകുതി ജനിച്ച ആളുകൾക്ക് മിഥുനക്കൂറിൻ്റെ ഫലമാണ് അനുഭവപ്പെടുന്നത്. പ്രതിസന്ധികൾക്ക് അയവ് വരികയും പ്രതികൂല സമയങ്ങളൊക്കെ മാറി കുറേ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ് അവർക്ക്. പിന്നെ യാത്രകൾ വളരെ ക്ഷീണമുണ്ടാക്കും, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ യാത്രകൾ കൊണ്ട് ഉണ്ടായേക്കാം. പല ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. നല്ല സ്ഥലത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കാവുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ പ്രവർത്തനങ്ങളൊക്കെ നല്ല ഉത്സാഹിച്ച് ചെയ്യുമെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടാർഗറ്റിലെത്തിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജോലിക്ക് ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് വേറെ ആളെ വെച്ച് ഫില്ല് ചെയ്ത് പോയി എന്നുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടുക അത് നമുക്ക് നിരാശ ഉണ്ടാക്കും. നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജോലി ചിലപ്പോൾ കിട്ടാതെ വരാം. അതുപോലെ തന്നെ പിന്നെ ആരോഗ്യകാര്യത്തിലും ഭക്ഷണകാര്യത്തിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണത്തിൽ നിന്നും അലർജിയും ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് പഴകിയ ഭക്ഷണമൊന്നും കഴിക്കരുത്. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. പഴകിയ ഭക്ഷണമോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പാചകം ചെയ്യാത്ത, ഇപ്പം ഫിഷും മീറ്റും ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് പാചകം ചെയ്തത് മാത്രമേ എടുക്കാവുള്ളൂ, നന്നായിട്ട് വേവിച്ചത് മാത്രമേ ചെയ്യാവുള്ളൂ. ചില സ്ഥലത്തൊക്കെ ഫുള്ളായിട്ടത് ബോയിലാകാതെ എടുത്ത് ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനത്തെ വിഭവങ്ങളൊന്നും ഈ സമയത്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ബിസിനസ്സിന് സർക്കാരിൽ നിന്നുള്ള അനുമതിയും ലൈസൻസും ഒക്കെ കിട്ടുന്നതാണ്. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. നമ്മുടെ സമയം പലപ്പോഴും ഒരാവശ്യമില്ലാതെ ചിലവഴിച്ചു പോകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മിഥുനക്കൂറിനും അല്ലെങ്കിൽ ഈ മകയിര നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽപ്പെട്ടവർക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് സമയം വെറുതെ പോകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റാതെ ദിവസങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അച്ഛനമ്മമാർക്ക് വീട് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. കലാപ്രവർത്തനങ്ങളിൽ ഒരല്പം മങ്ങൽ അനുഭവപ്പെടുന്ന സമയമാണ്. ശുക്രൻ 12ലാണ്. ശുക്രന് 12ാം ഭാവം വലിയ ദോഷകരമല്ല എങ്കിലും സൂര്യനും അതുപോലെ തന്നെ ശുഭകാര്യങ്ങളുടെ കാരകനായ വ്യാഴമൊക്കെ 12ലായതുകൊണ്ട് ഈ സമയത്ത് കലാപ്രവർത്തനങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് നേരിടും. എന്ന് പറഞ്ഞാൽ കലാപ്രവർത്തനം നടക്കുകയില്ല എന്നല്ല, മുൻകാലങ്ങളിലുള്ളതുപോലെയുള്ളൊരു പ്രൊഫൈൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. കൃഷി കാര്യങ്ങൾ വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക കാര്യങ്ങളിലാണ് വിഷമതകൾ അനുഭവപ്പെടാൻ ഇടയുള്ളത്. അതായത് കുറേയേറെ ടെൻഷൻ അനുഭവപ്പെടുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം നല്ല പ്രാർത്ഥനയോടെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയുമില്ല. പക്ഷേ നമുക്ക് ഒരു സ്മൂത്ത്നെസ് കുറവായിട്ട് അനുഭവപ്പെടും. എല്ലാം സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിക്കുന്നിടത്ത് അങ്ങനെയല്ല. ചെറിയ 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 ലാഗിങ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഹൃദ്രോഗം ഉള്ള ആളുകൾ, അലർജിയൊക്കെയുള്ള ആളുകൾ ഈ സമയത്ത് സൂക്ഷിക്കണം. പകർച്ചവ്യാധികളുടെ സാധ്യത സൂക്ഷിക്കണം. ഭക്ഷണത്തിൽ നിന്നാണ് കൂടുതലായിട്ട് സൂക്ഷിക്കേണ്ടത്. ഭക്ഷണങ്ങളിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. പിന്നെ വ്യാഴവും സൂര്യനും 12ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നല്ല പ്രാർത്ഥനയോടെ ഇറങ്ങണം. തടസ്സം വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഉന്നതരായ ആൾക്കാരുമായിട്ട് ഉള്ള ബന്ധങ്ങൾ അതേപടി തുടരാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകാം. ഔദ്യോഗിക ജീവിതത്തിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാതെ ആകാം. ചിലപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്നൊക്കെ വിചാരിക്കും, പക്ഷേ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നേക്കാം. പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. സ്വതന്ത്രമായ ജോലികൾ ചെയ്ത് ധനം ആർജിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അധ്വാനം വളരെയേറെ വർദ്ധിപ്പിക്കേണ്ടി വരും എന്നുള്ളൊരു ദോഷഫലവും ഉണ്ട്.
ദോഷമാണോ എന്ന് ചോദിച്ചാൽ കണ്ടമാനം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ധനം കൊണ്ടുവരണമെങ്കിൽ. തൊഴിൽപരമായിട്ട് യാത്രകൾ ചെയ്യേണ്ടി വരുന്ന കാലമാണ്. ജന്മനാട്ടിലെ പിതൃസ്വത്തോ മാതൃസ്വത്തോ ആയിട്ട് കിട്ടിയ വസ്തുവിൽ നിന്നും ആദായം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ സന്ദർഭമാണ് തിരുവാതിരക്കാർക്ക്. പഠനത്തിലുള്ള മികവ് മറ്റുള്ളവർ തിരിച്ചറിയുകയും അനുമോദനങ്ങളൊക്കെ നൽകുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ കാലമാണ്. വീട്ടുകാരുടെ ആശീർവാദങ്ങൾ പല ആൾക്കാർക്കും ലഭിക്കുന്നതാണ്. നേരത്തെ എതിർത്ത് നിന്ന വീട്ടുകാർ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു അയവുള്ള നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. അപ്പോൾ പുണർദം നക്ഷത്രം മുക്കാൽ ഭാഗം മിഥുനക്കൂറിലും അവസാന കാൽഭാഗം കർക്കിടകക്കൂറിലുമായിട്ടാണ് വരുന്നത്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമതകൾ ഉണ്ടാകാതെ കാലം കടന്നു പോകും. കഠിന വിഷമങ്ങളില്ലാതെ കടന്നു പോകും. കാര്യങ്ങൾ താമസിച്ചേ നടക്കുകയുള്ളൂ, പക്ഷേ നടന്നു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താവുന്നതാണ്. നന്നായിട്ട് പരിശ്രമിച്ച് നമുക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. നമുക്കൊരു ശ്രദ്ധ വേണം. അങ്ങനെ ഒരു കാലമാണിത്. വളരെ ശ്രദ്ധ വേണം. അല്ലെങ്കിൽ അലസതമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നീങ്ങുകയില്ല. സാമ്പത്തിക ആരോപണങ്ങൾ പലതും നേരിടേണ്ടി വരും. എങ്കിലും അതിൽ നിന്ന് മുക്തനാകാനായിട്ട് സാധിക്കും. പിന്നെ പല വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനും എന്ന് പറഞ്ഞാൽ അല്പം ഉയർന്ന വ്യക്തിത്വമുള്ള സമൂഹത്തിൽ സാമാന്യത്തിൽ കവിഞ്ഞ ഉന്നതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാനും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും ഒക്കെ കഴിയുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബിസിനസ്സിൽ ഒരുവിധം നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. ഒരുവിധം എന്നല്ല, അല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഈ ഒരു സമയത്ത് വ്യാഴം 12-ൽ നിൽക്കുന്നതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പുണർദം നക്ഷത്രക്കാർക്കും ഉണ്ട്. എന്താണെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം വ്യാഴം മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്കും ഈ 12-ൽ തന്നെ പുണർദം നക്ഷത്രത്തിൻ്റെ 12-ലേക്ക് കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് അത് നമ്മുടെ വ്യാപാരത്തിൽ മറ്റുള്ളവർ തടസ്സം വരുത്താനോ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ ചിലപ്പോൾ തടസ്സമൊക്കെ വരുത്താൻ സാധ്യത ഉണ്ട്. വ്യാഴത്തിനൊരു മൗഢ്യവും ഈ മാസം വരുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളുക. പിന്നെ ദാമ്പത്യത്തിൽ ചെറിയ പിണക്കങ്ങളും അതുപോലെ തന്നെ ചില സമയത്ത് നല്ല ഇണക്കവുമായിട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ചൊവ്വ എന്ന് പറയുന്നൊരു കലഹകാരകനാണ്. ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ കാരകത്വം കൊടുത്തിട്ടുണ്ട്. അതിൽ ചൊവ്വയുടെ ഒരു കാരകത്വമാണ് കലഹം എന്ന് പറയുന്നത്. അപ്പം വീട്ടിലും കുറച്ച് കലഹം ഉണ്ടാക്കും. കേതുവും 4-ലാണ് നിൽക്കുന്നത്. വീടിൻ്റെ സ്ഥാനമായ 4-ൽ കേതുവും ഉണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ചിന്തിക്കുമ്പോൾ പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവസരങ്ങൾ തുറന്നു വരും. നന്നായിട്ട് ഉപയോഗിക്കുക. ചികിത്സയൊക്കെ ഫലിക്കുന്നതാണ് രോഗികളെ സംബന്ധിച്ചിടത്തോളം. ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. സുഹൃത്തുക്കളുമായിട്ട് കലഹിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഈയൊരു സമയത്ത് ബിസിനസ് പങ്കാളികളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ അല്പം സ്വരച്ചേർച്ച കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹോദരന്മാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കും. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഒരു കൂറിൻ്റെ ഫലമായിട്ട് പറയുമ്പോഴും സഹോദരന്മാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കും. നേരത്തെ ഉണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിഥുനക്കൂറിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരുടെ ഫലമായിട്ട് പറയാനുള്ളത്. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിൻ്റെ പകുതിയും തിരുവാതിര മുഴുവനും പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവുമാണ്. അപ്പം ഈ അനുഭവങ്ങൾ ജാതകത്തെ കൂടെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എങ്കിലും ഒരു 75% ഈ കാലം കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അനുഭവപ്പെടും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കുടുംബ ദേവതയുണ്ടെങ്കിൽ ആ ദേവതയ്ക്ക് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് നാണയങ്ങളെങ്കിലും സമർപ്പിക്കുക. പിന്നെ മഹാദേവന് വഴിപാടുകൾ ചെയ്യുക. ഒരു ഭക്ഷ്യ പ്രശ്നം ഉണ്ടാകുന്നു, ഭക്ഷണത്തിൽ കൂടെ ഒരു അസുഖം ഉണ്ടാകാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് കാണുന്നത് കൊണ്ട് അവർ മഹാദേവന് ഒരു വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. ഒരു കൂവളത്തിലുകൊണ്ടുള്ള ഒരു അർച്ചന ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഈ രോഗസാധ്യത
നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സമയത്ത് വെള്ളത്തിൽ കൂടെയൊക്കെ പകരുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, വയറിളക്കമോ അതുപോലെ ഛർദിയോ, അതൊക്കെ ഒന്നുകിൽ രോഗങ്ങളാകാം, അല്ലെങ്കിൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് മഹാദേവനെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എല്ലാ ദിവസവും. അതുപോലെ തന്നെ നിങ്ങളുടെ പക്കപ്പിറന്നാളിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം ശിവക്ഷേത്രത്തിൽ പോയിട്ട് കൂവളത്തിലെ അർച്ചനയായിട്ട് സമർപ്പിക്കുക. വിഷ്ണു ഭഗവാന് താമര മൊട്ട് സമർപ്പിക്കുകയോ തുളസിമാല സമർപ്പിക്കുകയോ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ, കാരണം വ്യാഴം മറഞ്ഞു വയ്ക്കുന്നതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് കേട്ടോ. വ്യാഴത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണല്ലോ. വ്യാഴം മറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വിഷ്ണു ഭഗവാനുള്ള വഴിപാടുകളിലൂടെ കൃത്യമായിട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. 9-ലെ ശനിയുടെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ശാസ്താവിന് നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുക വളരെ ഉത്തമമാണ്. അല്ലെങ്കിൽ നീലപ്പട്ട് സമർപ്പിച്ചാലും മതി. ശനിദേവന് ഒരു എള്ളുതിരി തെളിയിക്കുകയും കൂടെ ചെയ്താൽ കൂടുതൽ ഉത്തമമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. കർമ്മഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്, അതുകൊണ്ട് സർപ്പദൈവങ്ങൾക്ക് ഒരു മഞ്ഞൾപ്പൊടി കൂടെ സമർപ്പിക്കുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടാനും നമ്മുടെ വീട് പണി കൃത്യമായിട്ട് പൂർത്തിയാക്കാനും വാഹനം വാങ്ങിക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ സാധിച്ചു കിട്ടും. പൊതുവെ നോക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് ഗുണകരമായ അവസ്ഥയാണ്. ഓരോ നാളിൻ്റെ പ്രത്യേകത കൂടെ എടുത്ത് നോക്കുമ്പോൾ അത്ര ഗുണകരമല്ല. ഒരു സമ്മിശ്ര ഫലം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഗുണഫലങ്ങളുടെ ഒരല്പം കൂടുതലായിരിക്കും. ഒരു 60% ഗുണഫലങ്ങളും ഒരു 40%-ഓളം എതിരായിട്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങൾ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതാണ് മിഥുനക്കൂറുകാരുടെ ഫലം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പരിചയമുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ധനഭാഗ്യവും അതുപോലെ തന്നെ വീട്ടിൽ സമാധാനപൂർണ്ണമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.